Hi, hello, welcome back to our YouTube channel. സോ ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ പറ്റില്ല ബിക്കോസ് ഇത് ലൈവ് സെക്ഷൻ അല്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഉള്ള വീഡിയോസിനെ കുറച്ച് കമന്റ്സിനുള്ള റിപ്ലൈസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഗ്രൂമിങ്ങും കൂടെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ മേക്കപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ മുടിയിലൊന്ന് ഞാൻ ജസ്റ്റ് ഒതുക്കി വെക്കട്ടെ, അല്ലെങ്കിൽ മേക്കപ്പിന്റെ പകുതി മുടിയും ഇരിക്കും. ഞാൻ ആക്ച്വലി ചെറിയൊരു കയ്യബദ്ധം കാണിച്ചു. അതായത് ഫ്രണ്ടിൽ ബാങ്ക്സ് വെട്ടിയിട്ടു. എനിക്കിങ്ങനെ പരീക്ഷണങ്ങൾ ഇഷ്ടമാണ്, അക്കൂട്ടത്തിൽ പരീക്ഷണമാണ്. പക്ഷെ ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. കാരണം ഇത് എങ്ങനെ ഇട്ടാലും ഒരു രീതിക്കൊന്നും ഭംഗിക്ക് ഇരിക്കാന്ന് എനിക്കുള്ളത് കിട്ടുന്നില്ല. ഓക്കെ, വാട്ട് എവർ, നമുക്ക് നമ്മളുടെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ യൂണിഫോം ആണ്. ഞങ്ങൾക്ക് ഈ സെയിം ടോപ്പ് സെയിം പാറ്റേൺ തന്നെ ഒരു 4 കളേഴ്സ്, ഓറഞ്ച് പിന്നെ ബ്ലൂവിൻ്റെ തന്നെ 3 ഷെയ്ഡ്സും, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്ന ഡേ അങ്ങനെ ഇടണം എന്നൊന്നുമില്ല, ജസ്റ്റ് മാറി മാറി ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് വളരെ വലിയ ഒരു നന്ദിയാണ് പറയാനുള്ളത്. ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട്, അതായത് ഐ തിങ്ക് ഒരു 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചീനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ചെന്നപ്പെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്കുണ്ടായ, എൻ്റെ മനസ്സിലുണ്ടായ ഒരു വികാരമാണ് ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളതും. അപ്പൊ അതിന് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏകദേശം ഒരു 9 lakhs വ്യൂ ആ ഒരു ഷോട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ 10 lakh അടിക്കണം എന്നൊരു ചെറിയ വ്യാമോഹം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടെന്ന് ഒരു 10 ലക്ഷം ആക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. സോ ഞാൻ പറഞ്ഞു വന്നത്, അതിനകത്ത് അപ്പൊ എനിക്ക് അത്രയും വ്യൂ കിട്ടി, ഒരുപാട് കമന്റ്സ്. ഞാൻ ഇത്രയും കമന്റ് ഒന്നും വരുന്നോ അല്ലെങ്കിൽ വ്യൂസ് വരുന്നോ ഒന്നും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരുപാട് കമന്റും വ്യൂവും ഒക്കെ ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ആ വീഡിയോക്കകത്ത് ഒരുപാട് പേര് ഞാൻ ഇട്ട ആ ഒരു ഫീലിങ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം റിസൈൻ ചെയ്തിട്ടുള്ളവര് ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓക്കെ, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി. അതുപോലെ കുറച്ച് നെഗറ്റീവ് കമന്റ്സും വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തില് എന്താ രാജപദവിയും പട്ടിപ്പണിയും ആണെന്നുള്ള രീതിക്ക് ഏകദേശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ശരി തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ജോലിക്കാണ് ഇപ്പോ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത? എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഇതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ സഹിച്ചാലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. പിന്നെ ഈ സെയിം വീഡിയോക്കകത്ത് വന്ന വേറെ ഒരു കമന്റ് ആണ്, ഇപ്പോ എന്താ യൂട്യൂബ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെ നോക്കിയാലും ഈ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് പറഞ്ഞിട്ട് ആൾക്കാർ വരികയാണെന്നുള്ളത് ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരുപാട് ഇങ്ങനെ എയർപോർട്ടിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഈ പറഞ്ഞ മാതിരി യൂട്യൂബിലൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഉദ്ദേശിച്ചത്. പിന്നെ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് മറ്റേ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് സിമിലർ ഒരു ഓപ്ഷൻ ഈ പറയുന്ന യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കുക. ഓക്കെ, കുറച്ച് കമന്റ്സ് വന്നു. അതായത് ഈ പറയുന്ന തേർഡ് പാർട്ടി വഴി കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. വളരെയധികം പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ ഈ പറയുന്ന തേർഡ് പാർട്ടി കമ്പനി, തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് സെലിബി, BWFS അങ്ങനത്തെ ഒക്കെ കമ്പനീസ് ഉണ്ടല്ലോ, അതിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്രയും പൈസ കൊടുത്താലേ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഫുള്ളി കറക്റ്റ് അല്ല. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്നത് സെലിബിയിലാണ്. അപ്പൊ അവിടെ ഞാൻ പേയ്മെന്റ് ഒന്നും കൊടുത്തിട്ടല്ല കയറിയത്. ഒരു 5K ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പൈസ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ കോളേജിലൊക്കെ ചേരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് അടക്കില്ലേ. നമ്മൾ എന്തെങ്കിലും നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലുള്ള സംഭവമാണ്. അതല്ലാതെ വേറെ പേയ്മെന്റ് ഒന്നും ഞാൻ അടച്ചിട്ടില്ല. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി അങ്ങനെയും ഉണ്ടാകാം, പക്ഷെ അത് കംപ്ലീറ്റ്ലി കറക്റ്റ് ആണെന്ന്
പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അതിലെ കൂടുതലും കയറാൻ പറ്റുള്ളൂ എയർപോർട്ട് ജോബ്സിന്. ഗ്രൗണ്ട് സ്റ്റാഫ്, ക്യാബിൻ ക്രൂ അല്ല ഞാൻ പറയുന്നത്, ഗ്രൗണ്ട് സ്റ്റാഫ് ജോബ്സിന് കൂടുതലും ഈ പറയുന്ന തേർഡ് പാർട്ടീസ് വഴിയേ കയറാൻ പറ്റുള്ളൂ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ഓൾ എയർലൈൻ കമ്പനീസും ഇങ്ങനെ ഏതെങ്കിലും ഏജൻസീസിനെ ഏൽപ്പിച്ചിട്ടാണ് സ്റ്റാഫിനെ എടുക്കാം. മെജോറിറ്റി ഓഫ് എയർലൈൻസും എനിക്ക് തോന്നുന്നു ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് അങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ സ്റ്റാഫിനെ ഡയറക്റ്റ് എടുക്കുന്നുള്ളൂ. ബാക്കി അവരുടെയൊക്കെ സ്റ്റാഫ് എല്ലാവരും ഡയറക്റ്റ് സ്റ്റാഫ് തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് എയർ അറേബ്യ എന്ന് പറഞ്ഞ എയർലൈനിലായിരുന്നു. അപ്പൊ അതില് ഒരു 4 സ്റ്റാഫൊക്കെയാണ് മെയിൻ എയർലൈൻ സ്റ്റാഫ് ആയിട്ട് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സ്റ്റാഫ് എല്ലാം സെലിബിയുടെ സ്റ്റാഫ്സ് ആണ്. അപ്പോ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ തേർഡ് പാർട്ടി വഴി കയറിയത് കൊണ്ട് മോശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതും അങ്ങനെ ഇതായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ എയർപോർട്ട് ജോബ്സ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എയർപോർട്ടിനകത്ത് കയറി പറ്റുക എന്നുള്ളതാണ് ഒരു പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ്. കാരണം നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ എയർപോർട്ടിലൊക്കെ വരുന്ന വേക്കൻസീസ് ഒട്ടും തന്നെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന ഈ ഒരു ജോബ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് കിട്ടിയത് ഈ പറയുന്ന പോലെ അവിടെ നിന്നപ്പോ അങ്ങനെ ഒരു ഓഫർ വന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ നമ്മൾ ഏതൊരു ചെറിയൊരു ജോബ് ആണെങ്കിൽ പോലും ആദ്യം അതിൽ കയറി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പിന്നെ വേണമെങ്കിൽ ഫർദർ സ്റ്റെപ്സ് എടുത്തു പോവാവുന്നതാണ്. ഗ്രൂമിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ കണ്ണുകൾ ചെയ്യാനാണ്. അപ്പൊ ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് പരീക്ഷിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഡബിൾ ഷെയ്ഡ്, ട്രിപ്പിൾ ഷെയ്ഡ് വരെ അടിക്കാറുണ്ട്. പിന്നെ ലൈറ്റ് ആയിട്ടാണ് ചെയ്യാറ്. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് ഒന്നും നമ്മൾ ഫ്ലൈ ദുബായിയുടെ ഗ്രൂമിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമുക്കൊരു ലൈറ്റ് മേക്കപ്പ് മതി. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഫ്ലൈ ദുബായിയുടെ ഗ്രൂമിങ് ബാഗ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. ഞാൻ ആക്ച്വലി എന്റെ യൂണിഫോമിന്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാഗാണിത്. ഫ്ലൈ ദുബായിയുടെ ഗ്രൂമിങ്ങിന്റെ ഞങ്ങളുടെ ബാഗാണ്. ഇതിനകത്താണ് ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്യാറില്ല. കാരണം ഇത് യൂസ് ചെയ്ത് നശിച്ചു പോയാലെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഒക്കേഷണലി മാത്രമേ ഈ സാധനം യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്താ ബ്ലഷ് ഇടാല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൌട്ട് ദിസ് തിങ്, ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും എങ്ങനെയാണ് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പൊ നമ്മളുടെ സിയാലിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. സിയാലിന് എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് എയർലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ പറഞ്ഞ പോലെ സൈറ്റിൽ, അവരുടെ ഒഫീഷ്യൽ സൈറ്റ്സിൽ വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാം. അതല്ലാതെ നമ്മളുടെ ഈ പറയുന്ന സെലിബി പോലുള്ള BWFS പോലുള്ള അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ സെലിബിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇതിന്റെ ഓഫീസ് ഉണ്ട്, ലൈക്ക് HR ഓഫീസ് ഉണ്ടല്ലോ. അവിടെ കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് CV അപ്ലൈ ചെയ്യാവുന്നതാണ്. CV ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന CV ഡ്രോപ്പ് ചെയ്യാം. അവിടെ വേക്കൻസി വരുന്ന അനുസരിച്ചിട്ട് അവർ വിളിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം CV ഡ്രോപ്പ് ചെയ്തിട്ട് പോയിട്ട് വിളിച്ചില്ലായിരിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെന്നിട്ട് മാക്സിമം CV ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു മെയിൻ കാര്യം. കാരണം നമ്മൾ പറയുമ്പോൾ വിചാരിക്കും ഇവര് നമ്മളെ വിളിക്കോ എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. കാര്യം എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുട്ടീനോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞത് ഇതാണ്, ജസ്റ്റ് CV ഡ്രോപ്പ് ചെയ്തു പക്ഷെ അവര് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പറഞ്ഞു. സോ നമുക്ക് അതൊരു മെത്തേഡാണ്, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന സൈറ്റ്സിൽ മാത്രം അപ്ലൈ ചെയ്യുക. ചുമ്മാ പൈസയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള പണിക്കൊന്നും പോകരുത്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നതും ഒരുപാട് പേര് ഇതുപോലെ എന്നോട് വന്നിട്ട് പറഞ്ഞു. എനിക്കറിയാവുന്ന ആൾക്കാരൊന്നും അല്ല, എന്റെ യൂട്യൂബ് കാണുന്ന ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ മണി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ടീസിലൊക്കെ ഫേക്ക് ആയിട്ടുള്ള ഇതുപോലത്തെ ജോബ് വേക്കൻസീസിലൊക്കെ വന്ന് അപ്ലൈ ചെയ്ത് പൈസ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിലൊന്നും പോയി ചാടാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് ഇങ്ങനെ ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ജോബ് എന്തൊക്കെയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളോട് പറഞ്ഞു തരാൻ എനിക്ക് മടിയായിട്ടല്ല.
നമുക്ക് അങ്ങനെ ജോബ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇപ്പം 1 മിനിറ്റിന്റെയോ 2 മിനിറ്റിന്റെയോ ഒരു വോയിസിൽ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അത്രയും വീണ്ടും നമുക്ക് ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നവരോട് പറയുന്ന കാര്യം എന്റെ വീഡിയോ പോയി കണ്ടു നോക്കൂ എന്നുള്ളതാണ്. കാരണം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോസ് എല്ലാം കൊടുക്കാം. മറ്റേ വീഡിയോയ്ക്ക് അതുപോലെ കുറച്ചുപേരൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കാര്യമില്ല, ഈ ജോലി ചെയ്യുന്നതിനും വേദം വേറെ എന്തെങ്കിലും പോകുന്നതാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി ചെയ്യാൻ, ഷിഫ്റ്റ് വൈസ് ഉള്ള ജോലി, അതുപോലെ നമുക്ക് ലീവ്സും കാര്യങ്ങളും ഒന്നും ഇല്ല, ഓണം വിഷു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പിന്നെന്തോ ആൾക്കെന്തോ സാലറി ഒക്കെ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല. ബാംഗ്ലൂർ എയർപോർട്ടിൽ എന്തോണം വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് സാലറി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷിഫ്റ്റ് വൈസ് ഈ പറയുന്ന പോലെ നമുക്ക് മോർണിംഗ് ഒക്കെ ഷിഫ്റ്റ് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഗ്രൗണ്ട് സ്റ്റാഫിന്റെ ആ ഒരു ജോബ് വിടാൻ തന്നെയുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞ ഷിഫ്റ്റ് വൈസ് ഉള്ള ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ കുറെ പേര് ഇങ്ങനെ ചോദിച്ചു എന്താ ജോബ് റിസൈൻ ചെയ്തേ. അപ്പൊ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു, ലൈക്ക് അതൊരു വേറെ എക്സ്ട്രീം ആണ്, ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി വേറൊരു എക്സ്ട്രീം ആണ്, പക്ഷെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, പക്ഷെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടപ്പോഴത്തേനും എല്ലാവരും പറഞ്ഞു റിഗ്രറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നേ, റിഗ്രറ്റ് എന്തായാലും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. പക്ഷെ അതുപോലെ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ ചോദിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. കാരണം രണ്ടും രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ജോബാണ്. ഞാൻ ഇപ്പൊ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ഓഫീസ് കൈൻഡ് ഓഫ് ജോലിയാണ്. മുന്നേ ഞാൻ എയർപോർട്ടിലായിരിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് വൈസ് ഉള്ള ജോലിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ മെയിൻലി എൻ്റെ ആ ഒരു ജോബ് വിടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ജോലി വന്നത് കൊണ്ടാണ് ഞാൻ വിട്ടത്. ഇങ്ങനെ ഒരു അതിനേലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മെയിൻലി വിട്ടത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഷിഫ്റ്റ് വൈസ് ഉള്ള ഈ ഒരു ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോ അത് ഒരു റീസൺ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ലീവ് ഒന്നും കിട്ടത്തില്ല. അതിപ്പോ ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഈസ്റ്റർ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെ പബ്ലിക് ഹോളിഡേയ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി ഉണ്ടാവും, നമുക്ക് ലീവ് കിട്ടും. നമ്മളുടെ പക്ഷെ അത് നമ്മളുടെ കയ്യിലുള്ള ലീവ് കൊടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കണം. അപ്പൊ അതൊക്കെ കൊണ്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. കാരണം ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലിയിൽ ഇപ്പൊ എന്ത് പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിലും ഒരാഴ്ച മുന്നേ ഗെറ്റ് ടുഗദർ വെച്ചു കൊടുക്കും. ഗെറ്റ് ടുഗദർ അല്ല, നമ്മുടെ ഫാമിലി ചുമ്മാ ഒരു ഗ്യാതറിങ്ങും ചുമ്മാ കൂടാ, ഫുഡ് എല്ലാവരും കൂടി ചേർന്ന് കഴിക്കുക, ഇങ്ങനത്തെ ഒക്കെ പരിപാടികളാണ്. അപ്പം എനിക്ക് ഇതൊന്നും ഇതിൽ കയറിയ പിന്നെ ഒട്ടും തന്നെ ചെയ്യാൻ പറ്റാതായി. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മെന്റലി ഭയങ്കര ജോലി ഉറങ്ങാ, ജോലി ചെയ്യുക, പോവാ വരിക, ഇത് മാത്രമേ ആയി. അപ്പൊ തന്നെ എനിക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയി ഞാൻ. അപ്പോ അതൊരു റീസൺ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഈ പറയുന്ന ഷിഫ്റ്റ് ഉള്ള ജോലികളൊന്നും ചെയ്യാൻ വലിയ താല്പര്യമില്ല. കാരണം നല്ല പോലെ എങ്ങനെയാണ് ഷിഫ്റ്റ് ഉള്ള ജോബ് ഉണ്ടാവാന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ മേജർലി പിന്നെ ഈ പറയുന്ന ക്യാബിൻ ക്രൂ ആണെന്നുണ്ടെങ്കിലും ഞാനിപ്പോ അധികം ഇന്റർവ്യൂസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോവാത്തതിന്റെ റീസണും അത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്ലാങ്ക്സ് ഇട്ടിട്ട് എന്റെ കാര്യം കണ്ടോ, ഇടയ്ക്കൊക്കെ ഇത് കറക്റ്റ് ആവും, ഇടയ്ക്കൊന്നും ശരിയാവത്തൂല. അപ്പൊ എനിക്ക് ദേഷ്യം വരും. ഞാനാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ബാങ്ക്സ് ആയിട്ട് ഇടും, അല്ലാന്നുണ്ടെങ്കിൽ ഒതുക്കി സ്ലൈഡൊക്കെ കയറ്റി കുത്തിവെക്കും. ഇപ്പൊ ഇവിടെ എന്തോ ഒരു തകരാറ് വന്നിട്ടുണ്ട്, ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. ആക്ച്വലി ഞാൻ കുറെ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല, ഞാനെല്ലാം മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇനി അതൊക്കെ ഞാൻ ഓർക്കുമ്പോൾ വേറെ എഴുതി വെച്ചിട്ടൊരു വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പൊ എൻ്റെ ഗ്രൂമിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഡീറ്റെയിലിംഗ് കൂടെ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുള്ള സമയം എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനായിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്, കമന്റ്, ഷെയർ. Bye.